എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി.ഡി. സതീശൻ ഇന്ന് നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. സ്ത്രീകൾക്കും യുവാക്കൾക്കും പെൻഷൻ ലഭിക്കുന്നവർക്കും സാധാരണ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാകുന്ന നിരവധി പദ്ധതികളാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സാഹചര്യം, സാധാരണ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, സ്ത്രീകളുടെ സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും, യുവാക്കളുടെ തൊഴിലില്ലായ്മ, ക്ഷേമ പെൻഷൻ പ്രതിസന്ധി, കർഷകരുടെ കടബാധ്യത, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലയും എല്ലാം ഉൾപ്പെടുത്തി വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ഈ വീഡിയോയിൽ നാം അതെല്ലാം വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. ഇതൊരു ചെറിയ വാർത്താ അപ്ഡേറ്റ് മാത്രമല്ല, മറിച്ച് കേരളത്തിന്റെ അടുത്ത വർഷങ്ങളിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ഭാവിയെ സ്വാധീനിക്കാവുന്ന തീരുമാനങ്ങളുടെ ആഴത്തിലുള്ള വിശകലനമാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കുടുംബ ചെലവ് നിയന്ത്രിക്കാനാകാതെ വിഷമിക്കുന്ന സാധാരണക്കാർ, വിലക്കയറ്റത്തിൽ തകർന്ന മധ്യവർഗം, മാസങ്ങളായി പെൻഷൻ കാത്തിരിക്കുന്ന വയോധികർ, ജോലി കിട്ടാതെ വിദേശത്തേക്ക് പോകുന്ന യുവാക്കൾ, വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന കർഷകർ, ഇവരെയെല്ലാം മുൻനിർത്തിയാണ് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുതിയ പ്രഖ്യാപനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് മാറ്റം കൊണ്ടുവരുന്ന സർക്കാർ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ. മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം എന്നതാണ്. സർക്കാർ കണക്കുകൾ മാത്രം നല്ലതായാൽ മതിയാകില്ല. സാധാരണ ജനങ്ങൾക്ക് കയ്യിൽ പണം ഉണ്ടാകണം, കുടുംബങ്ങൾ സുരക്ഷിതമാകണം, യുവാക്കൾക്ക് ജോലി ലഭിക്കണം, സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ സർക്കാർ ജനകീയ ക്ഷേമ പദ്ധതികൾ ശക്തമാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ പ്രഖ്യാപനം സ്ത്രീകൾക്കായുള്ള പുതിയ ധനസഹായ പദ്ധതികളാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീട്ടമ്മമാർക്ക് പ്രത്യേക സഹായം നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ലെന്നും കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ നിലനിർത്തുന്നത് പലപ്പോഴും വീട്ടമ്മമാരാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് സ്ത്രീകൾക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാസാന്ത സഹായം നൽകുന്ന പദ്ധതി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തുവിടുമെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വലിയ ചർച്ചയാണ് നടക്കുന്നത്. പലരും 2000 മുതൽ 3000 വരെ ധനസഹായം ലഭിക്കാമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ. സ്ത്രീകളുടെ സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ സർക്കാർ പുതിയ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, വിധവകൾ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ എന്നിവർക്കായി പ്രത്യേക സുരക്ഷാ സഹായം നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് പലിശരഹിത വായ്പ നൽകുകയും കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്ന സ്ത്രീകൾക്ക് സർക്കാർ നേരിട്ട് ധനസഹായവും സബ്സിഡി നൽകുന്ന പദ്ധതി വരാനിടയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ മറ്റൊരു വിഷയം ക്ഷേമ പെൻഷനാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേമ പെൻഷനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വയോജന പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക പെൻഷൻ എന്നിവ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പെൻഷൻ വിതരണം വൈകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ക്ഷേമ പെൻഷൻ വിതരണം സമയബന്ധിതമാക്കുമെന്നും പ്രഖ്യാപിച്ചു. കുടിശ്ശിക ഒഴിവാക്കാൻ പ്രത്യേക ധനകാര്യ സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ സംഖ്യ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ക്ഷേമ പെൻഷൻ കൂടുതൽ ശക്തമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത ബജറ്റിൽ പെൻഷൻ വർധനവിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരാനിടയുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് യുവാക്കൾക്കുള്ള പ്രഖ്യാപനങ്ങളും ഇന്നത്തെ പ്രസംഗത്തിലെ പ്രധാന ഭാഗമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് തൊഴിലില്ലായ്മ. വിദ്യാഭ്യാസമുള്ള നിരവധി യുവാക്കൾ ജോലി കിട്ടാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, വിദേശത്തേക്ക് പോകുന്ന അവസ്ഥയാണിപ്പോൾ. ഇതിനെതിരെ സർക്കാർ വലിയ ഇടപെടൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PSC നിയമനങ്ങൾ വേഗത്തിലാക്കുമെന്നും ഒഴിവുകൾ സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യുമെന്നും അദ്ദേഹം ഉറപ്പാക്കി. സർക്കാർ വകുപ്പുകളിലെ ഒഴിവുകൾ മറച്ചു വെക്കില്ലെന്നും നിയമന നടപടികൾ സുതാര്യമാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കാനുള്ള വലിയ നിക്ഷേപ പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു. IT, ടൂറിസം, ആരോഗ്യ സേവന, വിദ്യാഭ്യാസം, നിർമ്മാണ മേഖലകൾ എന്നിവയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പുതിയ IT പാർക്കുകളും സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങളും വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ലഭിക്കണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി.
സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് പ്രത്യേക പിന്തുണയും സർക്കാർ പ്രഖ്യാപിച്ചു. പുതിയ ബിസിനസ് തുടങ്ങുന്ന യുവാക്കൾക്ക് ധനസഹായം, പരിശീലനം, നികുതി ഇളവ്, ബാങ്ക് വായ്പാ സഹായം എന്നിവ ലഭ്യമാക്കും. ജോലി തേടുന്ന യുവാക്കളെ ജോലി നൽകുന്ന സംരംഭകരാക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് യുവാക്കൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർഷകരെ സംബന്ധിച്ചും നിരവധി പ്രഖ്യാപനങ്ങളാണ് ഇന്നുണ്ടായത്. കേരളത്തിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രകൃതിക്ഷോഭം, വിലത്തകർച്ച, കടബാധ്യത, ഉൽപാദന ചെലവ് വർധന ഇതെല്ലാം കർഷകരെ ബാധിച്ചിരിക്കുകയാണ്. ഇതിനെ മറികടക്കാൻ കാർഷിക വായ്പകൾക്ക് പലിശയിളവ് നൽകുമെന്നും വിളനാശത്തിന് കൂടുതൽ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റബ്ബർ, തേങ്ങ, നെല്ല് കർഷകർക്ക് പ്രത്യേക സംരക്ഷണ പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി പുതിയ സുരക്ഷാ പദ്ധതി വരുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കടൽക്ഷോഭവും കാലാവസ്ഥാ മാറ്റവും കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന തീരദേശ ജനങ്ങൾക്ക് പ്രത്യേക സഹായം നൽകും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, വെള്ളം നവീകരണ ധനസഹായം, കാലാവസ്ഥ ദുരന്ത നഷ്ടപരിഹാരം എന്നിവ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യ മേഖലയിലും വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കും. മരുന്ന് ലഭ്യത ഉറപ്പാക്കും. ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സേവനം മെച്ചപ്പെടുത്തും. ക്യാൻസർ ചികിത്സയും ഹൃദ്രോഗ ചികിത്സയും സാധാരണക്കാർക്ക് കൂടുതൽ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചു. സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തും. ഡിജിറ്റൽ ക്ലാസ് മുറികൾ കൂടുതൽ വികസിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം ശക്തമാക്കും. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വർദ്ധിപ്പിക്കുമെന്നും ലാപ്ടോപ്പ് സഹായ പദ്ധതി പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ പ്രത്യേക മാർക്കറ്റ് സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പച്ചക്കറി, അരി, അവശ്യ സാധനങ്ങൾ എന്നിവയുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടും. കുടുംബങ്ങളുടെ ചെലവ് കുറയ്ക്കാൻ സബ്സിഡി പദ്ധതികൾ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി നിരക്ക് വർധനയും നികുതി ഭാരം സംബന്ധിച്ച പരാതികളും സർക്കാർ പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം രാഷ്ട്രീയപരമായും വലിയ ചർച്ചയ്ക്ക് കാരണമായി. പലരും ഇതിനെ ജനകീയ ബജറ്റിന് മുന്നോടിയായ പ്രഖ്യാപനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനസമാഹരണം എങ്ങനെ നടത്തും, പദ്ധതികൾക്ക് പണം എവിടെ നിന്നാണ് കണ്ടെത്തുക, കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കുമോ, നികുതി വർദ്ധിപ്പിക്കുമോ എന്നീ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിന് കൂടുതൽ വിശദീകരണം അടുത്ത ദിവസങ്ങളിൽ സർക്കാർ നൽകുമെന്നാണ് പ്രതീക്ഷ. സ്ത്രീകൾ, യുവാക്കൾ, പെൻഷൻ ലഭിക്കുന്നവർ, കർഷകർ, തൊഴിലാളികൾ ഇവരെല്ലാം ലക്ഷ്യമിട്ടാണ് ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായി ഇത് മാറിയിരിക്കുകയാണ്. അടുത്ത മാസങ്ങളിലൊക്കെ ഈ പദ്ധതികളുടെ ഔദ്യോഗിക രൂപരേഖ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അവസാനമായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന സർക്കാർ എന്നതാണ് തന്റെ ലക്ഷ്യം. കേരളം വീണ്ടും സാമ്പത്തിക ശക്തിയുള്ള സംസ്ഥാനമാകണം. യുവാക്കൾക്ക് പ്രതീക്ഷയുള്ള നാടാകണം. സ്ത്രീകൾക്ക് സുരക്ഷയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ലഭിക്കണം. വയോധികർക്ക് സുരക്ഷിത ജീവിതം ഉറപ്പാക്കണമെന്നതാണ് സർക്കാരിന്റെ ദർശനമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യം ഇതാണ്: VD സതീശന്റെ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ കേരളത്തിന്റെ ഭാവിയെ മാറ്റുമോ, അല്ലെങ്കിൽ ഇത് വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങളായി മാത്രമോ മാറുക? അതിന്റെ ഉത്തരമാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളം കാത്തിരിക്കുന്നത്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. അടുത്ത കേരള രാഷ്ട്രീയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.